സ്പെഷ്യൽ അൺബോക്സിംഗ് ഈ ചാനലിൽ വരുന്നുണ്ട്. ഇതെന്താ രംഗച്ചേട്ടൻ കഴിക്കുമെന്ന് പറഞ്ഞാൽ കഴിക്കും. സൂപ്പർ ഷൂസറോ. ഫിറോസിക്കായ പൊറോട്ട പൊറോട്ട ചീസിന്റെ പേര പൊറോട്ട അത്രേ ഉള്ളൂ. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു അൽ ഷസാം. ആൻഡ് ഞാനും സുബിനും നമ്മുടെ നൊമാഡിയനും യാസറൊക്കെ കൂടെ ഒരു പിസ്സ കഴിക്കാൻ പോവുകയാണ്. നൊമാഡിയൻ ഏതോ ഒരു ന്യൂയോർക്ക് സ്റ്റൈൽ പിസ്സക്കടയെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പൊ ഇന്ന് അവിടെ പോകുന്നു, പിസ്സ അടിക്കുന്നു, അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അത് മാത്രമല്ല, ഒരു സ്പെഷ്യൽ അൺബോക്സിംഗ് ഈ ചാനലിൽ വരുന്നുണ്ട്. അപ്പൊ അത് അവരൊക്കെ കൂടെ വേണം എന്ന് എനിക്കൊരു നിർബന്ധതയുണ്ട്. സോ ആ അൺബോക്സിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഫോർ ദ ടൈം ബീങ് അവരിപ്പോ എത്തും എന്ന് പറഞ്ഞിട്ട് ആരെയും കാണാനില്ല. ഞാൻ വിളിച്ചു നോക്കട്ടെ കേട്ടോ. അപ്പൊ എന്തിനാണെങ്കിലും പിസ്സ കഴിക്കാൻ പോകണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. Let's see. Guys, അങ്ങനെ അല്ല എന്റെ എന്തോന്നോ ടീഷർട്ട് വരൂലേ, അതാണ് അൺബോക്സിംഗ്. എനിക്ക് എന്തോ അൺബോക്സിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും വലിയ ബാഗ് എടുത്തോണ്ട് വരത്തില്ല മോനെ. ഇത് നൊമാഡിയനാണ്. ഇത് കാണിച്ചാലോ, നോക്കിയോ. ഇതെന്താ കവറാ? പെർഫ്യൂം ഒന്ന് ഉത്സുകട്ടായിരുന്നേ. സൂപ്പർ ഷൂസറോ, കിടിലൻ സാധനം. കൊള്ളാം. അണ്ണാ എങ്ങനെ ഉണ്ടായിരുന്നു UK വിശേഷം? 4 ദിവസം അടിച്ചു പൊളിച്ചു നിങ്ങള്. അതൊക്കെ നല്ല കടയിലൊക്കെ പോയി ഫുഡൊക്കെ അടിച്ച്. പെർഫ്യൂം അല്ലേ ഷൂനാറ്റത്തിനല്ലേ? മറ്റേ ഫോൺ എവിടെ? ഒരു ഫോൺ വരുന്നു, അടുത്ത ഫോൺ എടുക്കുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു പണി. എങ്ങനെയുണ്ട് ഫോൺ? നല്ല ഫോട്ടോ ആണ്, വീഡിയോ പോരാ. ഓക്കെ, അത് ലൈക്കാ. അതായത് നമുക്ക് അറിയാണ്ട് തറവാട് ഫോട്ടോസ് കിട്ടുന്നുണ്ട്. ആണോ? വീഡിയോ അത് നൊമാഡിയന്റെ വീഡിയോഗ്രാഫർ ഇല്ലടാ? ഫുള്ള് എല്ലാം മൊത്തം കളി അല്ലടാ നൊമാഡിയ. ഫോൺ കോണ്ടന്റ് എടുക്കുന്ന ആളാണ്. ഫോൺ കോണ്ടന്റ്, നോട്ട് ക്യാമറ കോണ്ടന്റ്. ഓഹോ, only ഫോൺ കോണ്ടന്റ്. അണ്ണാ എന്താ വിശേഷം പറയണ്ണാ? വിശേഷം അടിപൊളിയായിരുന്നു. 2 ദിവസം നല്ല ചൂടായിരുന്നു. പിന്നെ ചൂടാ? എത്രയായി നിങ്ങൾ ഈ ചൂടെന്ന് ഉദ്ദേശിക്കുന്നത്? 30 ഡിഗ്രി. ഇവിടത്തെ ചൂടൊന്നും പക്ഷേ അവിടെ ഈ ട്യൂബ്സും ട്രെയിൻസ് അതുപോലെ നിൽക്കുന്ന സ്ഥലത്തൊന്നും AC ഇല്ല. ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. AC ഇല്ലേ? ഇല്ലാലോ. സെൻട്രലൈസ്ഡ് അങ്ങനത്തെ AC പരിപാടി ഇവിടെ ഇല്ല. ഇപ്പത്തെ പുതിയ ഫാനേ ഉള്ളത്. ഫാനും ഇല്ല. എന്ത് ഫാന്? ഫാനും ഇല്ലേ? മോളിൽ AC ഉണ്ട്. മോളിൽ വീട്ടിൽ AC ഇല്ലേ? ആകെ 2 മോളേ ഉള്ളൂ. എല്ലാ റൂമിലും AC വെക്കില്ല. അവിടെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ ഡക്റ്റിങ് AC വെക്കുന്നതിനൊക്കെ ഭയങ്കര ടാക്സ്, ഇതൊക്കെ എന്തൊക്കെയോ അവിടെ ഇതൊക്കെ ഉണ്ട്. AC വെക്കാൻ ടാക്സാ? ഇതൊക്കെ ഉണ്ട്. ഏത് രാജ്യം? ഇതൊന്നല്ല നമ്മളെ വീഡിയോ. നിങ്ങൾക്കറിയാം, മോഡിഫിക്കേഷന്റെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ചിരിച്ച് ചാത്ത ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് താമസിച്ചത്. മോഡിഫിക്കേഷൻ ലിസ്റ്റ് കണ്ടാടാ നൊമാഡിയ? അറിയാ, ഞാൻ ചിരിച്ചേ. അല്ല അതൊക്കെ ഉണ്ട്. കാറിന് കീ ചെയിൻ ഇടാം, സ്റ്റിക്കർ ഒട്ടിക്കാം കേട്ടാ. സ്റ്റിക്കർ ഒട്ടിക്കാം, അലോയ് മാറ്റാം, സ്റ്റിക്കർ ഒട്ടിക്കാം, മാറ്റാം. എനിക്കതൊക്കെ മതി. അല്ലല്ല സ്റ്റിക്കർ ഒട്ടിക്കാം, സ്റ്റിക്കർ ഒട്ടിക്കാം, സസ്പെൻഷൻ മാറ്റാം. സസ്പെൻഷൻ മാറ്റിക്കൂടാ? ഇല്ല എടാ, സസ്പെൻഷൻ മാറ്റിയാണെങ്കിൽ നീ പോയി സ്പെഷ്യൽ പെർമിഷൻ എടുക്കണം. പെർമിഷൻ എടുത്താൽ മതി. പിന്നെ പെർമിഷൻ എടുത്തിട്ടാണ് പിന്നെ അത് പണ്ടും ചെയ്യാം. കളറ് മാറ്റുകയും ചെയ്യാം. എക്സോസ്റ്റ് പറ്റൂല, എക്സോസ്റ്റ് ഇല്ല. അത് പക്ഷെ പതുക്കെ വരുമായിരിക്കൂടാ. എല്ലാം ശരിയാവും. പക്ഷെ ഞാൻ മറ്റേ കീച്ചെയിൻ ഇടാന്ന് പറഞ്ഞാണ് ഞാൻ ചിരിച്ച് ചത്തത്. പക്ഷെ ഒന്നും കുഴപ്പമൊന്നും ഇല്ല കേട്ടാ. പതുക്കെ വരും, മാറും. ഇത്രയെങ്കിലും ആയില്ലേ? അത്രേ ഉള്ളൂ. അങ്ങനെ കാര്യം പറയും. AC അവിടെ ടാക്സ് എന്തൊക്കെയാ അവിടെ അങ്ങനത്തെ ടാക്സ് കണ്ട. പിന്നെ അങ്ങനത്തെ ഒരു ലൈഫ് അവിടെ ഇല്ല. ഈ ചൂട് ലൈഫ് ഇല്ല. സമ്മർ ആയാലും എങ്ങനെ വന്നാലും 20 ഡിഗ്രി ആയാലും ആൾക്കാർ ജെട്ടിട്ട് നടക്കും വെളിയില്. ഇപ്പൊ അങ്ങനെ തന്നെയാണ്. ടോപ്ലെസ് ആണ് പെമ്പിള്ളേരില്ല, ആമ്പിള്ളേര്. അവര് രാവിലെ ഒക്കെ ടോപ്ലെസ് ആയിട്ടാണ് ഓടുന്നത്, നടക്കുന്നത്. ഓ, ഫുൾ നൊമാഡിയന്റെ ആൾക്കാരാണ്. ബട്ട് എന്റെ ഫ്രണ്ട് അവിടെ ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചാണ്, റെസിഡൻസ് അപ്പാർട്ട്മെന്റ്. പക്ഷെ ബാൽക്കണി അവരുടേതല്ല. ബാൽക്കണി ബിൽഡിങ്ങിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ ബാൽക്കണിന്റെ തൊട്ടിപ്പുറം വരെ അവരുടെ പ്രോപ്പർട്ടി. ബാൽക്കണി ഇറങ്ങാൻ പറ്റൂലേ? അതൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ പ്രോപ്പർട്ടി ബിൽഡിങ്ങിന്റെ. They can use balcony to whatever they want. പക്ഷെ ബാൽക്കണി അവരുതല്ല. അതായത് അവര് സ്ഥലം വാങ്ങിച്ചാലും ആ ഫ്ലാറ്റ് മേടിച്ചാലും ആ ബാൽക്കണി അവരല്ല. എന്ത് കോമഡി അത്! ബിൽഡിംഗ് ഓണർ ബാൽക്കണിയിൽ വരും ഡെയിലി സിഗരറ്റ് വലിക്കാൻ. ഞാനൊന്ന് സിഗരറ്റ് വലിക്കാൻ വന്നയാ.
എന്റെ ബാൽക്കണി. 12B പോയിട്ട് വിളിക്കാം. അതെന്തൊരു പറ്റി? ഞാൻ ആദ്യമായിട്ടോ അങ്ങനെ സാധനം കേൾക്കണത്. ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സാധനം കേൾക്കുന്നത്. കോംപ്ലിക്കേഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. ലണ്ടനിൽ കേൾക്കുമ്പോൾ നമ്മളേക്ക് ഭയങ്കര ഇത്രയേ ഉള്ളൂ, അനുഭവം വേണ്ട. ഇത്ര പോടാ അവിടെ നിന്ന്. ഇങ്ങനെ ഉണ്ടല്ലേ ലണ്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അടുത്ത ദിവസം പോവും. 2 കൊല്ലത്തെ വിസയാണ് എടുത്ത് വെച്ചത്. ഞാൻ നാളെ പോകും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ എങ്ങോട്ടാണ് പോണേ? ഇപ്പൊ പിജ്ജേറിയ. യെസ് എന്താ ഗൈസ്, വന്ന് ഇറങ്ങിയപ്പോ തന്നെ സുബിൻ നമ്മളോട് ഇറങ്ങി. അതാണ് സുബിൻ. ഞാനില്ലാതെ ഒന്നും നടക്കില്ല. അത്രേ ഉള്ളൂ. വലിയ വണ്ടി എടുത്തിട്ട് പുൾമി പിസേറിയ. അപ്പൊ നമ്മള് പുൾമി പിസേറിയിലോട്ട് പോട്ട് ഗൈസ്. അതിലോ പോണയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഗൈസ് അങ്ങനെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. പുൾമി പിസേറിയ ഇവിടെ തന്നെയല്ലേ? അയ്യോ നമ്മുടെ ഇവന് ഞാൻ ഒരു സാധനം മേടിച്ചു. FC26 സിക്രാൻ. ഞാൻ എത്ര നാളായിട്ട് തപ്പണയാണെന്ന് അറിയോ? ഞാൻ അവിടെ നോക്കി, ലണ്ടൻ നോക്കി, ഒന്നും കിട്ടി. ഇവിടെ ഞാൻ വെർജിനിൽ കിട്ടി. അതിന്റെ ഓൺലൈൻ കാർഡ്സ് ഇല്ലേ, eBayന്ന് വാങ്ങാൻ പറ്റുന്ന കൂപ്പോൺസ് ഉണ്ട്, അത് മാത്രമേ മേടിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ വെർജിനിലുണ്ട്, പക്ഷെ അവിടെ ഇത് 2 ഉള്ളൂ. പിന്നെ സെൽഡ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ വെർജിനിൽ കിട്ടും. അപ്പൊ എന്തായാലും സാധനം മേടിച്ചു. ഗൈസ് ലണ്ടനിൽ നിന്നും അവിടെ താരിഖ് എന്ന് പറഞ്ഞ പയ്യനുണ്ട്. താരിഖ് മറ്റേ തിരുവനന്തപുരംകാരനാണ്. ഞാൻ കഴിഞ്ഞവണ കാണിച്ചു തന്നിട്ട്. അപ്പം അവൻ ജോലി ചെയ്യുന്നതാണ് ബേക്ക് ബേർഡ്. ഇതല്ലേ നിങ്ങള് മറ്റേ പരസ്യം ഇട്ട? പരസ്യം ഇട്ടിട്ടില്ല, സ്റ്റോറി ഇട്ടത്. സ്റ്റോറി ഇട്ടിട്ടുണ്ടാവും. ആ തൊപ്പിയുടെ മുകളിലൊക്കെ ഒരു ഇതുണ്ട്. പക്ഷെ ഇല്ല, ഞാൻ അങ്ങനെ ഇട്ടിട്ടുള്ളൂ. സ്റ്റോറി ഇട്ടത് നിങ്ങളല്ലേ? ഒരു ടീഷർട്ട് കടാ? അല്ല, അത് ഇതേ. ഓ അത് ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കിട്ടില്ല. നമ്മള് വിചാരിച്ചല്ലടാ. ഇറക്കമുണ്ട്. ഇത് വേറെയാണ്. ഇത് അടിപൊളി. ആ കളക്ഷൻ മൊത്തം കിട്ടില്ല. 4B ലണ്ടൻ. ഈ ടീഷർട്ട് ഇവിടെ ഇടാൻ പറ്റത്തില്ല. എന്താ? ഇത് അണ്ടർഗ്രൗണ്ടിൽ മാത്രം ഇടാൻ പറ്റും. മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച്. ടീഷർട്ട് നമ്പർ 1 എഴുതി വെച്ചിട്ടുണ്ട് മാർവൽ ഇങ്ങേർക്കാം. ഇല്ല, ഒരു അത് കാണീര് തുറന്നടി. സോറി, ഐ ഓൺലി സ്പീക്ക് ബ്രിട്ടീഷ്. ബെസ്റ്റ്. നിനക്ക് പറ്റിയ സാധനം. ആൾക്കാർ വന്ന് നിന്നെ സ്പൈഡർമാൻ. ഇതാർക്ക്? എനിക്കാ. ഇത് മറ്റേ ടീഷർട്ട്. ലണ്ടൻ കരടി മിസ്റ്റർ ലണ്ടൻ. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഞാൻ യാസറിനൊന്നും എടുത്തിട്ടില്ല. ഒന്നും വിചാരിക്കില്ല. യാസർ ബർത്ത്ഡേ ഉണ്ട്. അല്ല അതന്നെ, അത് പെൻഡിങ് ആണ്. അപ്പൊ അത് അവിടുന്ന് സാധനം ഞാൻ കുറെ നോക്കി, ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ പിസ്സ കഴിക്കാൻ വേണ്ടി ഇനി ഒരാളെ കൂടെ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ യാസർ ഓൺ ദ വേ ആണ്. വരുമെന്നാണ് കേട്ടത്. കള്ളത്തരാണ്, അതൊന്നുമല്ല. ഞങ്ങൾ സീറ്റ് കിട്ടാത്തോണ്ട് പുറത്തിരിക്കുക, അവനെ വെയിറ്റ് ചെയ്യുന്നൊന്നുമല്ല. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നൊമാഡിക് കയറിയിട്ട് ഇപ്പൊ വാരി വീശു എന്നാണ് ഞാൻ കേട്ടത്. അപ്പം ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. എന്തായാലും താങ്ക്സ് ചേട്ടാ. 2 ടീഷർട്ട് പൊളി. സൂപ്പർ. പക്ഷെ കിട്ടുന്നില്ല സാധനം. മാർക്കറ്റില് അഡിഡാസ് നിർത്തി. അഡിഡാസ് മാർവലിന്റെ ഇത് അസോസിയേറ്റ് അല്ലേ, അവരിപ്പം ചെയ്യുന്നില്ല, നിർത്തി. അതുകൊണ്ട് സാധനം മാർക്കറ്റിലില്ല. JDയിൽ ഒരു പീസ് അഡിഡാസിന് ഉണ്ടായിരുന്നു, പക്ഷെ അത് സൈസ് ഇല്ല. ഒരു ലാർജ് മാത്രം. താങ്ക് യു ഗൈസ്. അവിടെ നൊമാഡിയൻ പിസ്സ ഉണ്ടാക്കുന്നതിനെ വീഡിയോ ആയി എടുക്കുകയാണ്. ഞാൻ എടുക്കും. പോടാ അവിടെ. എടാ ആജാനു ബാഹു മാറടാ. ഗൈസ് അങ്ങനെയാണ് പിസ്സ ഉണ്ടാക്കുന്നത്. ഇതാണ് ന്യൂയോർക്ക് സ്റ്റൈൽ പിസ്സ. ഇവിടുത്തെ ബെസ്റ്റ് സെല്ലറാണ് സോസി ചിക്ക്. അതാണ് ഇതിന്റെ മൊത്തം ഒരു സോസ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മേളിൽ ചിക്കൻ, അതിന്റെ മേളിൽ അറിയാലോ എന്താ അതിന്റെ മേളിൽ ഇടുന്നത്? എന്തൊരു സീസൺ, മസാല സീസൺ. അവനല്ലേ ഇട്ടത്, നീ അവനോട് എന്നോട് ചോദിക്കുന്നു. ഗൈസ് എന്തൊരു പിസ്സ. എന്റെ അമ്മ, വെരി ഗുഡ്. പിസ്സ ഒരു രക്ഷയില്ല കേട്ടാ. ഓ എന്റെ മോനെ, എടുത്ത് വായിലോട്ടിടാ. ഈ ഒരു പീസ് മതി. ഞാൻ കഴിച്ചു കേട്ടോ, കൊള്ളാം. നല്ല ക്രിസ്പി, നല്ല തിൻ ക്രസ്റ്റും, നല്ല സോസും, നല്ല മീറ്റും. അടിപൊളി. ന്യൂലി ലോഞ്ച് പിസ്സ ആണ്. എന്ത് ചിക്ക്? സോസി ചിക്ക്, അതായത് ഫുൾ സോസ് വിത്ത് ചിക്കൻ.
ഓ കൊള്ളാളിയാ കൊള്ളാം. ആ അപ്പൊ നമ്മളെല്ലാരും കണക്ക് തന്നെ കേട്ടാ. ഞാൻ വിചാരിച്ചു ഞാൻ തള്ളിയതാണ്. ഞാൻ പുള്ളിയുടെ ബർഗറിനെ കുറിച്ച് ബർഗറിലേക്ക് ബെസ്റ്റ് പാർട്ട്. ഇറ്റാലിയൻ പിസ്സാസ് ആണെങ്കിൽ ഇത്രയും ഫാൻസി ലോഡഡ് സാധനങ്ങൾ ഇറ്റാലിയൻ പിസ്സാസിൽ കിട്ടില്ല. അമേരിക്കൻ ഉണ്ട്. ആ ശരിയാ ശരിയാ ശരിയാ. ഓ വെരി ഗുഡ്. ദിസ് ഐ കാൻ ഹാവ് കംപ്ലീറ്റ്ലി. താങ്ക് യു. ബൈ. ആ പോയി. അതും പറഞ്ഞ് പുള്ളി പോയി. കണ്ടാ പുള്ളി പറഞ്ഞ പോലെ ചെയ്യും. കഴിക്കുമെന്ന് പറഞ്ഞാൽ കഴിക്കും. രംഗച്ചേട്ടൻ കഴിക്കുമെന്ന് പറഞ്ഞാൽ കഴിക്കും. അത്ര ടേസ്റ്റോടെ ഞാൻ അങ്ങനെ കഴിക്കില്ല. ഞാൻ കഴിക്കില്ല. എക്സാക്ട്ലി. കണക്കണ പുള്ളി കാണിച്ചു തന്നിട്ടുണ്ടോ? കണ്ടാ ഇങ്ങനെ ഇതൊക്കെ ഒരു കാര്യം കണക്കൊക്കെ ഉണ്ട് കേട്ടോ കഴിക്കാൻ. ഫിറോസിക്കായ കഴി കഴി കഴി. എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ടാ? സൂപ്പർ. എല്ലാവർക്കും ടേസ്റ്റ് ഉണ്ടെന്ന് അവിടെ സെറ്റായി കഴിച്ച്. അത് ശരി ഗൈസ്. എസ്കേപ്പി ആണ് കറക്റ്റ് സാധനം കണ്ടുപിടിച്ചത്. ചില്ലി ഫ്ലേക്ക് ഇട്ട് അടിക്കുക. അപ്പോഴാണ് ആ ഒരു എരിയും കൂടെ കയറും ഇല്ലടാ. ഇപ്പൊ സെറ്റായി. അപ്പം ചില്ലി ഫ്ലേക്ക് ഇടാൻ മറക്കരുത് ഗൈസ്. ഇതിന്റെയൊക്കെ പ്രൈസ് കണ്ട് ഈ കാണുന്നതാണ്. നമ്മളിപ്പോ കഴിച്ച സാധനം സോസി ചിക്ക്. ഒരു സ്ലൈസിന്റെ വില 28 ദിർഹവും. ഒരു ഫുള്ള് അവൻ വാങ്ങിച്ചോലെ ബാഹുബലി മേടിക്കാൻ 160 ദിർഹവും. ഇതൊക്കെയാണ് സാധനം കേട്ടോ. ആ ഒരെണ്ണം മതി, ഒരാൾക്ക് ഒരെണ്ണം. ഓ അപ്പൊ ഇതാണ് എന്റെ പ്രൈസിങ് പറഞ്ഞ കേട്ടോ. ഒരു സ്ലൈസിന്റെയും ഒരു ഫുള്ള് ഇതിന്റെ. എനിക്ക് ഹോട്ട് ഗ്രാൻഡ് മേക്ക് എന്തിനാണോ എന്തോ ഒരു പിടിയില്ല ഗൈസ്. അങ്ങനെ യാസർ മുഹമ്മദ് വന്നിരിക്കുകയാണ്. യാസറിന്റെ റിയാക്ഷനും കൂടെ കണ്ടാൽ മതി. അല്ല ഇതെന്താടാ? ഒരു രീതിയുണ്ട് ഇത് കഴിക്കുന്നുണ്ട്. തപ്പണം. ഒരു വർഷം കൂടെ എല്ലാവർക്കും ഒരേ എക്സ്പ്രഷൻ തന്നെ. ഊപ്പ. യാസർ ഡയറ്റിലാണ് ഗൈസ്. അതെ കൊള്ളാല്ലേ ഗൈസ്. എല്ലാവരും ഒബ്സഷൻ കണ്ട് യവൻ കണ്ട് ഇനി ഞാനും എസ്കേപ്പിയും മാത്രമാണ് കാണാനുള്ളത്. നമ്മളെല്ലാരും കൂടി പോയി കാണും. ആണെങ്കിൽ നാളെ ഞാൻ ബോളിവുഡ് ടൈംസ് കാണും. അതിനുശേഷം ഒരു ദിവസം നമ്മളെല്ലാവരും കൂടെ പോയി ഒബ്സഷൻ കാണും. ഒബ്സഷൻ കുറെ കാലം കാണും. അത്യാവശ്യം നല്ല. ഞാൻ ആ റീലിൽ പോയപ്പോ തന്നെ ഒരുപാട് പിള്ളേർ വന്ന് ടിക്കറ്റ് എടുത്ത് കാണുന്നുണ്ട് ഗൈസ്. എല്ലാ ഫ്ലേവറും ഇവിടെ വന്നു കേട്ടാ. സകല ഫ്ലേവറും. ഓ എന്റെ അമ്മോ. ജില്ലാങ്കടി ജില്ല പൊറോട്ട. ചീസിന്റെ പേര പൊറോട്ട. ഗൈസ് ഈ യാസർ കഴിക്കണ സാധനം ഒരു രക്ഷയില്ല കേട്ടോ. അത് ഇതാണ് തോന്നി ക്ലാസിക്ക. ഇവിടെ കിട്ടില്ല ടേസ്റ്റ് ആയിരുന്നോടാ. കിടിലം. അത് തീർന്നു. സോറി മാത്രമേ ഉള്ളൂ. അതെ മറ്റേ സൂപ്പർ കേട്ടോ. പൊറോട്ട ഇഷ്ടപ്പെട്ടു. കിടില. എടാ സംഭവം ഒരു സാധനം കിട്ടി. നമ്മുടെ എല്ലാവരുടെയും എന്തിന് കഠിനാധ്വാനത്തിന്റെ ഒരു സാധനമാണ്. അപ്പൊ അത് നമ്മളെല്ലാരും കൂടെ അൺബോക്സ് ചെയ്യണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. യെസ്. This moment. It is the silver play button of our guys. ഈ വ്ലോഗിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സിൽവർ പ്ലേ ബട്ടൺ കാണിക്കുന്നു. Yes, that is crazy. അൽഷസാബിന്റെ സത്യം. Oh my god. അപ്പോ അതാണ്. അപ്പൊ നമ്മളെല്ലാവരും ആണ് ഈ അൽഷസാം എന്ന് പറയുന്നത്. അപ്പോ എവരിബഡി ഷുഡ് ബി ദേർ ആൻഡ് ഓപ്പൺ. ഞാൻ ഒരുപാട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എടുത്തോണേ. അല്ല നിങ്ങളെടുത്തോ. അൽഷാസ് പേരല്ലേ ഉള്ളു. അങ്ങനത്തെ ഡെയിലി കുറക്കുന്നതാണ്. സോ ഗൈസ് ഇത് പിസ്സ അല്ല. നോക്കൂ എന്താണെന്ന്. ഓ ഓ പ്ലേ ബട്ടൺ. യെസ്. This is remarkable. സിൽവർ പ്ലേ. സോ ഗൈസ് ഞങ്ങളുടെ ആദ്യത്തെ സിൽവർ പ്ലേ ബട്ടൺ എക്സ്പീരിയൻസ് ആണ്. നെക്കി വെക്കണം എന്റെ ആഗ്രഹമായിരുന്നു. ഞാൻ ഇത്രയും നാൾ അൺബോക്സ് ചെയ്ത ഏറ്റവും ഫൺ അൺബോക്സിംഗ് ഇതാണ്. ഇത് ലെറ്റർ മറ്റേ CEO തരണം.
ഈ സാധനം ഒരു ഒപ്പിടാൻ പോലും സമയമില്ല ഞാൻ പ്രിന്റ് അടിച്ചു തന്നിരുന്നു ഒപ്പൊക്കെ. അതാണ് സിൽവർ പ്ലേ ബട്ടൺ. സോ ഗൈസ് അപ്പൊ ഈ സാധനം ഞാൻ പറയാം, ഇത് എന്റെ ഒരു സോൾ പരിപാടിയല്ല. അപ്പം അൽഷസാമി സോൾ ഓൾവേസ് സുബിനോളജി, നൊമാഡിയൻ ആൻഡ് യാസർ ആൻഡ് എസ്കേപ്പിംഗ്. അതിൽ നമ്മുടെ റാനിയുണ്ട്, മെഹന്തി ഉണ്ട്, രേഷ്മയുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെല്ലാം മഷാദുണ്ട്. നമ്മള് എല്ലാവരുടെയും ഒരു B60 ഓഫ് കോഴ്സ് V60. ഓ ഇത് ഈ സാധനമാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണത്. അപ്പൊ അതാണ് സംഭവം. അപ്പൊ അതുകൊണ്ടാണ് അൺബോക്സിങ് അവരെ കൊണ്ട് ഞാൻ ചെയ്യിച്ചത്. ആൻഡ് യെസ്, അപ്പൊ അതാണ് സംഭവം. കൈസ് എന്തിനാണെങ്കിലും പുൾമി പിസ്സ കറിയാ കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഞാൻ അവിടെ നിന്ന് പാർസൽ അടിച്ചിരിക്കുകയാണ്. ബെറട്ട അല്ലേ? ബെറട്ട. ഓ പൊളി 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 പൊളി. അത് കടിച്ചാ പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ആ പൊറോട്ട ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇല്ല അണ്ണാ സുബിനെ, പൊറോട്ട ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് എനിക്ക് അവരെ സ്റ്റിക്കി. മർഗരിറ്റ എനിക്ക് പൊറോട്ട അടിപൊളി അടിപൊളി. പിന്നെ ബീഫ് വിത്ത് ബാർബിക്യൂ. ഫുൾ ബീഫ്. ഈ മറ്റേ നീ പറഞ്ഞ മൂൺ സ്ലൈസിലേക്ക് ഈ സാധനമല്ലേ വെക്കണം? അവിടെ ഷോർട്ട് റിബും അവിടെ ഷോർട്ട് റിബ്. ഇതന്നെ സാധനം. അവിടെ ഷോർട്ട് റിബ്. അവിടെ ഷോർട്ട് റിബിനെക്കാളും ഒരു ദിവസം പോകണം കേട്ടാ. മൂൺ സ്ലൈസേ ഭയങ്കര ഫേമസ്. അത് ഒരു ദിവസം പോയത്. മൂൺ സ്ലൈസ് ഭയങ്കര ട്രെൻഡിങ്. എനിക്കറിയാം, പോയി നോക്കാം. ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഓ പറ്റത് പോണോ കേട്ടാ. മെക്സിക്കൻ പ്രീമോ. ഗൈസ് ഇതൊക്കെയാണ് അടുത്ത പരിപാടികൾ. എനിക്ക് ഒരു സ്ഥലത്തെത്താണ്. സുബിനോളജിക്ക് ഒരു സ്ഥലത്ത് എത്താറുണ്ട്, എല്ലാവർക്കും ഒരു സ്ഥലത്ത് എത്താറുണ്ട്. നമ്മളെല്ലാവരും പോവുകയാണ് ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് അൽഷസാം സൈനിങ് ഓഫ്. ബൈ പറടാ. യാസർ സൈനിങ് ഓഫ്. യെസ്, സൈനിങ് ഓഫ് ടീം സുബ്നോളജി. ബൈ ബൈ. അപ്പൊ ബൈ ബൈ.